പെങ്കൊച്ചിന്റെ വീഡിയോ ചട്ടീന്റെ പേരാണ് ഓട്ടുപ്പളന്റെ ചട്ടീന്ന് ഇവിടെ ഒരു അപ്പാക്ക് ഓട്ടുപ്പളന്ന്. അത് നിങ്ങളവിടെ ഉണ്ടാന്നറിയല്ല, ഞങ്ങൾ ഇവിടെ ഓട്ടുപ്പള എന്ന് പറയും അതിന്. നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിന് എന്ത് പറയുന്നു ജസ്റ്റ് കമന്റ് ഇടാ. എങ്ങനെ ആക്കുന്നേ നോക്കി എന്താ ബാ. വളരെ എനർജറ്റിക് ആയിട്ട് വീഡിയോ ചെയ്യുന്ന, മനോഹരമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്ളോഗറാണ്. 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. പക്ഷേ ആ പെൺകൊച്ച് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, ഇന്നലെ ആത്മഹത്യ ചെയ്തുകൊണ്ടാണ് അറിയുന്നത്. ഞാനെപ്പോഴും ആലോചിക്കുന്നത്, ഈ വീഡിയോ ഞാൻ പലപ്പോഴും കാണാറുള്ളതാണ് ഈ കൊച്ചിൻ്റെ വീഡിയോസ്. കാരണം ഒരു കാസർഗോഡ് സ്ലാങ് ഉപയോഗിച്ചിട്ട് മനോഹരമായിട്ട് വീഡിയോ ചെയ്യുന്നു. സംസാരിക്കുമ്പോഴൊക്കെ നല്ല എനർജിയാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഉണ്ടാവുന്നത്. അത്തരം ഒരാളിൽ നിന്ന് ആത്മഹത്യ പോലുള്ളൊരു പ്രവണത അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി അതും ചെറുപ്പത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പലപ്പോഴും ഫെയിമും എല്ലാം ഇങ്ങനെ പുറത്ത് നമ്മൾ കാണുമെങ്കിലും അകത്തൊരുപാട് പെയിനുള്ള ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. എല്ലാ ആത്മഹത്യകളുടെയും പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ 5 കാര്യങ്ങൾ പറയാം. ഒന്ന് മെൻ്റൽ സ്ട്രെസ്സ് വരിക എന്നുള്ളതാണ്. പെട്ടെന്ന് സ്ട്രെസ്സ് ഉണ്ടാകുന്ന ആളുകൾ മെല്ലെ അതിലേക്ക് പോകും. ലോൺലിനെസ്, ഒറ്റപ്പെട്ടു പോയാൽ അങ്ങനെ തോന്നാറുണ്ട്. ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തോന്നാറുണ്ട്. ആളുകൾക്കൊരു ബാധ്യതയാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള തോന്നൽ വരുമ്പോൾ, മറ്റാർക്കും പരിഹരിക്കാൻ പറ്റാത്ത, എനിക്കും പരിഹരിക്കാൻ പറ്റാത്ത വലിയ പ്രഷറുകൾ താങ്ങുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കും. അവരെനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യും, ഇവരിങ്ങനെ ചെയ്യും എന്നൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ ഇതൊക്കെയാണ് സത്യത്തിൽ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഓർക്കുക, നമ്മൾ സാധാരണ പറയാറുണ്ട്, വീഡിയോകളിൽ പറഞ്ഞാണ്, എന്തെങ്കിലും ഒരു കാര്യം നല്ലത് ചെയ്യാനിരിക്കുമ്പോൾ ആദ്യത്തെ 5 സെക്കൻഡിൽ അത് ചെയ്തേക്കണം എന്ന് പറയാം. എങ്കിൽ ആ കാര്യം നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. മോശമായൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ ആദ്യത്തെ 5 സെക്കൻഡ് അല്ല 5 മിനിറ്റ് ഡിലേ ആക്കണം എന്ന് പറയാം. ആത്മഹത്യ അടക്കമുള്ള ഏത് ചിന്ത വരുമ്പോഴും എല്ലാറ്റിനും പരിഹാരമുണ്ടെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നല്ലൊരു സുഹൃത്തുണ്ടാവുക. നിങ്ങൾക്കൊരു പ്രയാസമുണ്ടെങ്കിൽ, ഞാൻ എന്നോട് തന്നെയാണ് ആദ്യം പറയുന്നത്, എനിക്കൊരു പ്രയാസമുണ്ടെങ്കിൽ, നമുക്കൊരു പ്രയാസമുണ്ടെങ്കിൽ അത് തുറന്ന് പറയാനുള്ളൊരു സുഹൃത്തുണ്ടാവുക. ഇല്ലെങ്കിൽ ആരോട് പറഞ്ഞാൽ, ഈ സമൂഹം അത്ര മോശമൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. സമൂഹത്തിൽ 90% വരുന്നവർ നല്ലവർ തന്നെയാണ്. കുറച്ച് ആളുകളെ മോശമുണ്ടാവും. അതിനെ എക്സാഗ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സമൂഹം ശരിയല്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവുക. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആരോടെങ്കിലും ഇത് തുറന്ന് പറയാൻ തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഉറപ്പാണ്. ധാരാളം കൗൺസിലിംഗ് സെൻ്ററുകളുണ്ട്. നല്ല വിശ്വസ്തരായ ഒരു കൗൺസിലറെ, ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ കാണുക. ഇത്തരം കാര്യങ്ങൾ, നിങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരാളെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ, ഒരാളുടെയെങ്കിലും തെറ്റായ തീരുമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു വലിയ സേവനമായിരിക്കും എന്നാണ് ഈ വീഡിയോയുടെ ബേസ് ചെയ്ത് എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങനെയായി മാറാൻ ശ്രമിക്കുക. താങ്ക് യു.